വൈദേഹി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഒരു വിശേഷം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 6 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. അപ്പ അവള് വൈദേഹി ആണെന്നുള്ള സത്യം ആരും അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് എവിടുന്ന് വിശേഷം ഉണ്ടാവാൻ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. പിന്നെ നീ എന്തിനാ അനന്തരാവകാശിയുടെ കാര്യം ചോദിച്ചു? എന്തിനാന്നുള്ള ചോദ്യം എന്തിനാ? അന്ന് അനന്തരാവകാശിയെ പ്രസവിക്കാൻ യോഗ്യതയില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? ഇപ്പൊ അതിനുള്ള യോഗ്യത എന്തെങ്കിലും ആയോന്ന് ചോദിക്കാൻ വന്നതായിരിക്കും. അങ്ങനെയല്ലേ വൈദേഹി? മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയേ. ആണോ മോളെ? അത് ചോദിക്കാനാണോ നീ വന്നേ? അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അന്നത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഇപ്പൊ മരുമോള് മാത്രമല്ല, അനന്തരവളം കൂടിയല്ലേ. നിന്നേക്കാളും യോഗ്യത മറ്റാർക്കാ മോളെ ഉള്ളത്? അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അനന്തരാവകാശിയെക്കുറിച്ച് നീ എന്താ ചോദിക്കാമെന്ന്? അമ്മേ, ഞങ്ങള് എന്താന്ന് തുറന്നു പറയും മോളെ. ഒന്നുമില്ല അമ്മേ. ഞാൻ മോനെ വേണമെന്നാ പറഞ്ഞേ. ദേവേട്ടനാണെങ്കിൽ മോള് വേണമെന്ന് ഒരേ വാശി. രണ്ടുപേരും തമ്മിൽ ഒരേ തർക്കം. അതാ അമ്മയ്ക്കാരെ വേണ്ടെന്ന് ചോദിക്കാന്ന് കരുതി. കൊള്ളാലോ, അമ്മ ആര് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണോ? നല്ല മനസ്സോടെ എന്തെങ്കിലും വിചാരിച്ചാ അത് അതേപടി നടക്കുന്നു. അമ്മയ്ക്ക് കൊച്ചുമോന് വേണോ കൊച്ചുമോള് വേണോന്ന് മരുമോള് ചോദിച്ചാ അത് കേൾക്കാൻ കൊതിക്കാത്തവരാരാ ഉള്ളത്? ഇതൊക്കെയല്ലേ ഇനി എന്റെ സന്തോഷം. ആരായാലും എനിക്ക് കുഴപ്പമില്ലാന്ന് മോള് ദേവനോട് പറഞ്ഞേക്ക്. ഏട്ടത്തിയമ്മേ, ദേ പാല് തിളച്ചു തോന്നുന്നു. അയ്യോ, അപ്പോ അവള് വിചാരിച്ച ആരെ വേണമെങ്കിലും പ്രസവിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു പുഴു പോലും ഉണ്ടാവില്ലെന്നല്ലേ. ഒന്നിനും കൊള്ളാത്തൊരു മോനെ ഉണ്ടാക്കി വെച്ചാ ഞാൻ ഇവിടുന്ന് പ്രസവിക്കാനാ? അത് നിനക്കും അറിയാവല്ലോ അമ്മായിയമ്മേ. എന്നിട്ടും എന്നെ കുത്തി നോവിക്കുന്നു. ഒന്നും ഇല്ലാഞ്ഞിട്ടും ഇവളെ ഇങ്ങനെ തലയെ കയറ്റി വെച്ചാ നാളെ ഒരു സന്തതിയെ പ്രസവിച്ചു കൊടുത്താ ഇവള് നിലത്തൊന്നും ആയിരിക്കില്ലല്ലോ. അതോടെ എനിക്കിവിടെ ഒരു അടിമയുടെ റോള് പോലും ഉണ്ടാവുകയില്ല. അനന്തരാവകാശിയെ പ്രസവിക്കണമെങ്കിൽ ആദ്യം അതിനുള്ള അവസരം ഒരുങ്ങണ്ടേ. ഇനി അത് ഒരുങ്ങാതെ നോക്കുക എന്നുള്ളതാണ് എന്റെ പ്രഥമമായ ലക്ഷ്യം. ഊർമിള, നിനക്ക് ചായ വേണോ? അയ്യോ വേണ്ട അമ്മേ. ആരോട് പറഞ്ഞാലാ കാര്യം നടക്ക? അച്ഛാ, ഞാൻ ഇയാളെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്താ മോനെ ദേവ? അല്ല അച്ഛാ, അത് പിന്നെ ഈ അല്ല പറഞ്ഞോളൂ ദേവ. എന്താ? ഒന്നുമില്ല അച്ഛൻ. അച്ഛൻ പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? വെറുതെ ചോദിച്ചതാ, വെറുതെ. എന്താ ദേവ, അച്ഛനോടെന്തോ ചോദിക്കാൻ വന്നിട്ട് മടിക്കുന്ന എന്തിനാ? മടിയെന്നൊക്കെ പറയാം. ഈ എങ്ങനെയാ ചോദിക്കാന്നുള്ളൊരു മടി. എന്നാ പിന്നെ നീ എന്നോട് പറ, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. പറയുന്നതല്ല ഇവിടുത്തെ പ്രശ്നം.
ഒരൊറ്റ വാക്കുകൊണ്ട് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നൊരു നോട്ടം ഉണ്ടല്ലോ, അത് സഹിക്കണമെങ്കിൽ ഒരു 1.5 പണിയാ. അതാ എന്റെ ഒരു പ്രശ്നം. എന്റെ പൊന്നു ദേവട്ടാ, എന്നാ പിന്നെ ദേവട്ട എന്നോട് പറയും, ഞാൻ എല്ലാം സെറ്റപ്പ് ആയിക്കൊള്ളാന്നേ. എടാ, നീ എന്തോന്ന് കുന്തം നോക്കുന്ന കാര്യം പറയുന്നേ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നീ ചെയ്യാന്ന് പറയുന്നേ. അതൊരു സഹായം. അയ്യോ ദേവട്ടാ, ദേവട്ടാ, ഇതിപ്പോ എന്താ അവന്റെ പുതിയ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചേച്ചി എന്തോ ഒരു സംശയത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇനി ആ മാറ്ററിലായിരിക്കൂ. ആരെന്ത് സംശയത്തെ കുറിച്ച് സംസാരിച്ചെന്നാ നീ പറയുന്നേ? അത് ഞാൻ പറയാം. അച്ഛൻ ഇവിടെ തന്നെ നിൽക്കട്ടോ, ഞാനിപ്പോ വരാം. ആദ്യം എന്നെ സംശയം തീർക്കട്ടെ, അതൊരു അച്ഛനോട് നിൽക്ക്. വിനയ, അനന്തരാവകാശിയുടെ കാര്യമാണെന്ന് പറഞ്ഞതല്ലേ? ചേടാ, ആദ്യ രാത്രി നടക്കാതെ അനന്തരാവകാശം ഉണ്ടാവോ? അങ്ങനെ വലുതും നടന്നൊന്നും ആരും ചോദിക്കുന്നുമില്ല. ഇതൊന്നും ശരിയാവില്ല. മടിച്ചു നിൽക്കാതെ ഇന്ദുമ്മയുടെ അടുത്ത് ചെന്ന് കാര്യം പറയാം. അല്ലെങ്കിൽ തന്നെ ഇന്ദുവിന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളതല്ലേ. അപ്പൊ ഇതിനും ഇന്ദു തന്നെയാ കറക്റ്റ്. ഇന്ദുമ്മേ, ഇന്ദു, ഇന്ദുമ്മേ, ഇന്ദു. നീ പറഞ്ഞോ. ദേവേട്ടൻ പറഞ്ഞാ മതി. അക്കാര്യം പറയാൻ തന്നെയാണല്ലോ നീ വന്നിരിക്കുന്നേ, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞോ. ദേവേട്ടന് അതിനെ കുറിച്ച് പറയാൻ തന്നെയല്ലേ വന്നത്, അപ്പൊ ദേവേട്ടൻ പറ. നീ പറഞ്ഞാ മതി. ദേവേട്ടൻ പറയേ. നീ പറയുന്നുണ്ടോ? ദേവേട്ടൻ പറഞ്ഞാ മതി. നീ പറ വൈദേഹി. ദേവേട്ടൻ പറഞ്ഞാ മതി. ചേടാ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. എന്നാ ശരി ഇന്ദു, ഞാൻ പോവാം. അവളെന്താന്ന് പറയട്ടെ. എന്നാ ഞാനും പോവാ. ദേവേട്ടൻ സംസാരിച്ചോ. ഏയ്, അവിടെ നിൽക്ക. ഇങ്ങി വന്നേ, നീ വന്നേ, ഇങ്ങോട്ട് വാടാ. എന്താ ഇവിടെ നടക്കുന്നേ? ആദ്യം നീയാ കയറി വന്നേ, പുറകെ ദൈവനും കയറി വന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ പകുതിക്ക് നിർത്തി. അതങ്ങ് മുഴുവനാക്ക്. കല്യാണം കഴിഞ്ഞുള്ള ഏത് കാര്യമാ? മര്യാദയ്ക്ക് പറഞ്ഞേ. ഒന്ന് പറയൂ കുട്ടികളെ, എന്താ കാര്യം? എന്തു പറ്റിയമ്മേ? നീ ഒന്ന് നിക്ക് കൗസല്യേ. ആദ്യം ഇവിടെ ഒരു തീരുമാനം ആക്കട്ടെ. രണ്ടും കൂടെ ഏതോ വേഷം കെട്ടായിട്ട് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടത്രേ, ചോദിച്ചാലോട്ട് പറയേയില്ല. എന്താ കല്യാണത്തിന് ശേഷം ഉണ്ടായേ? ഒന്ന് പറ. അല്ല, അത് ചേടാ, ഒന്ന് പറയൂ ദേവാ. ഞാൻ പറയാൻ തോമേ. വിനയ, നീ നടങ്ങ, നീ പറയടാ. കല്യാണത്തിന് ശേഷം പിന്നെ എന്താ ഉണ്ടാവുക? ആദ്യ രാത്രി തന്നെ. പാവം, അവരുടെ ആദ്യ രാത്രിയുടെ മുഹൂർത്തം കുറിക്കാൻ നിങ്ങളോടൊക്കെ എങ്ങനെയാ പറയാന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുവോ എന്തോ അമ്മ അവര്. എടാ വിനയ, നിന്നെ ഞാനിന്ന് തല്ലിക്കൊല്ലുന്ന ദിവസം. നീ മിണ്ടരുത്. അവനോട് ചലിച്ചിട്ട് എന്താ കാര്യം? അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് പറ.
ഇപ്പൊ പുതിയതായിട്ട് ആദ്യ രാത്രി ആഘോഷിക്കൽ എന്താ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ. അതും ശരിയാണല്ലോ. അപ്പൊ അന്നൊന്നും നടന്നിട്ടില്ലെന്നാണോ? ശ്ശേ. നടന്നിട്ടുണ്ടാവില്ല എന്തോമ്മേ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വിമിഷ്ടം കാണിക്കുന്നത്. എടാ പിന്നെ ഞാൻ നിന്നോട് വായടക്കാനാ പറഞ്ഞു. നിക്കടാ, നീ മിണ്ടരുത്. അപ്പൊ ഇതാണ് ഇവരുടെ പ്രശ്നം. അന്നേ ഇവര് തമ്മിലുള്ള ഇടപെടലുകൾ കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിയതായിരുന്നു. എത്ര തവണ ഞാൻ തന്നെ രണ്ടുപേരെയും മുറിയിലാക്കി കഥ കടച്ചിട്ടുണ്ടെന്നറിയോ? നമ്മൾ എന്താ ചെയ്യണ്ടേ അമ്മേ? ഇങ്ങനെ പോയി എനിക്കെങ്ങനെ അനന്തരാവകാശം കിട്ടുക? അതിനല്ലേ രണ്ടുപേരും ആഞ്ഞു പിടിക്കുന്നേ. ആദ്യം തിരുമേനിയെ വിളിപ്പിച്ച് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കേ. എടാ മോനെ, നീ എത്രയും പെട്ടെന്ന് തിരുമേനിയെ വിളിപ്പിക്കേ. ഇപ്പൊ തന്നെ വിളിക്കാമേ. അപ്പൊ ഇതുവരെ കാര്യങ്ങളൊന്നും നടന്നില്ലായിരുന്നോ? അത് ശരി. എന്നാ ഇനി ഒരിക്കലും നടക്കില്ല. എടി സമ്മതിക്കടി, സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ സമ്മതിക്കടി, സമ്മതാന്ന് പറ. സമ്മതമാണ്, എനിക്ക് സമ്മതം. അവൾ എന്തു പറഞ്ഞു കല്യാണിയമ്മേ? സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ? നേരാണോ? അവൾ സമ്മതിച്ചോ? ഇത്രയും നാളത്തെ എന്റെ കഷ്ടപ്പാടുകൾ ഇപ്പോഴാണ് ഫലം കാണാൻ തുടങ്ങിയത്. ഇനി ആ ദശരഥ രാമവർമ്മയെ നമ്മുടെ അടുത്തുനിന്ന് ദൈവത്തിന് രക്ഷിക്കാനാവില്ല. ശരിക്കും അവനെ വെട്ടിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? അല്ലാതെ അവന്റെ കൂടെ ചേർന്ന് നീ എന്നെ പറ്റിക്കാനുള്ള പുറപ്പാടല്ലോ. അങ്ങനൊരു സംശയം നിനക്ക് തോന്നുന്ന നിമിഷം നിന്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് എന്റെ കഴുത്തങ്ങ് മുറിച്ചു കളഞ്ഞേക്ക്. ശരി, ഇപ്പൊ വിശ്വസിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ആദ്യം നിന്റെ മരുമകൾക്ക് വൈദേഹിയുടെ സകല കഥകളും പറഞ്ഞു കൊടുക്കണം. കൊട്ടാരം വീട്ടിലെ ഓരോ ആൾക്കാരുടെയും ചിന്താഗതിയും സ്വഭാവവും പറഞ്ഞു കൊടുക്കണം. സകലതും അറിഞ്ഞതിന് ശേഷം അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. എന്നാ ഞാൻ റെഡി ചന്ദ്രികേ. വൈദേഹി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്.
എന്താണാവോ? കാലത്ത് തിരുമേനി വരുന്നുണ്ടത്രേ, നമ്മുടെ ആദ്യരാത്രിക്ക് മുഹൂർത്തം കുറിക്കാൻ വേണ്ടി. ഓ, അത്രേ ഉള്ളോ? അതെന്തൊരു ചോദ്യ? ഗുഡ് നൈറ്റ്. അതെ അതെ അതെ, ഒന്നവിടെ നിക്കേ. ഇത്രയും നല്ലൊരു വാർത്ത പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടൊരു ഗുഡ് നൈറ്റും പറഞ്ഞു പോവാണോ? ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? നമ്മുടെ ആദ്യരാത്രിക്ക് മുഹൂർത്തം കുറിക്കുന്നു എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെപ്പോഴത്തേക്കാ കുറിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നാളെ കാലത്ത് തിരുമേനി വരും, നാളെയോ മറ്റന്നാളോ മുഹൂർത്തം കുറിക്കുമായിരിക്കും. പിന്നെ ഞാനുണ്ടല്ലോ എന്റെ പൊന്നു മോളെ നിന്നെ. നാളെയും മറ്റന്നാളും അല്ലാതെ 1 മാസം കഴിഞ്ഞാണ് മുഹൂർത്തം വരുന്നതെങ്കിലോ? അങ്ങനെ പറയോ? അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. ആ തിരുമേനിക്ക് വല്ല കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും ശരി, നാളെ രാത്രി തന്നെ മുഹൂർത്തം കുറിക്കാൻ പറയണം. കൈക്കൂലി കൊടുത്ത് ആദ്യരാത്രി ഫിക്സ് ചെയ്താലേ വല്ല കൈക്കൂലി കുഞ്ഞും പിറന്നിരിക്കും. ആലോചിച്ച് തീരുമാനിക്കേ. ഗുഡ് നൈറ്റ്. ഒന്നവിടെ നിക്ക് പ്ലീസ്. നീ എന്താ ചുമ്മാ മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് പോകാൻ നോക്കുന്നേ? ഇനിയിപ്പോ നീ അങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങണം. അമ്മയുടെ കൂടെ കിടക്കാൻ പോവേ? അതെന്തിനാ? അതെന്തൊരു ചോദ്യ? മുഹൂർത്തം കുറിക്കുന്നത് വരെ നമ്മൾ രണ്ടും അകലം പാലിക്കുന്നതല്ലേ അതിന്റെ ഒരു ഇത്? ഓ അല്ല, ഓൾറെഡി നീ താഴെയാണല്ലോ കിടന്നുറങ്ങുന്നേ. അത്രയും ദൂരം തന്നെ കൂടുതലാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോണമെന്നില്ലല്ലോ. ഈ വണ്ടി ഇപ്പൊ ഓവർ സ്പീഡിൽ പൊക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് എത്രത്തോളം അകലാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാ. അല്ല, എന്റെ മോൾ ഉദ്ദേശിക്കുന്ന എന്താ? നീ താഴെ ചെന്ന് കിടന്നുറങ്ങിയ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ എന്തെങ്കിലും ചെയ്താലോന്ന് ഓർത്താ? പിന്നെ ചെയ്യാതിരിക്കോ? ദേ പെണ്ണെ, എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ എന്റെ അടുത്ത് കിടന്നാ പോലും നിന്നെ ഒന്ന് തൊടാൻ പോലും നിൽക്കില്ല മോളെ. എനിക്ക് നല്ല കൺട്രോളാ. ഓഹോ, അത്രയ്ക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടോ? എന്നാ ശരി, നമുക്കൊരു പന്തയം വെക്കാം. എന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. കേട്ടല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്നെ തൊടാൻ ശ്രമിക്കാതെ, ഉമ്മ വെക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ കല്ലുപോലെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസം ഞാൻ സമ്മതിച്ചു തരാം. പിന്നെ ഞാൻ തറയിലല്ലോ കേട്ടോ കിടക്ക. ഒരേ കിടക്കല് ദേവേട്ടന്റെ അടുത്ത് തന്നെ കിടക്കും. ഞാൻ റെഡിയാ. എന്നാലേ ശകലം പോലും അനങ്ങാതെ അങ്ങനെ തന്നെ നിക്കണം. നിന്നോളാം. മാഷേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണം. നോക്കാം. എന്തിനീ മിഴി രണ്ടും പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാരേ നീ? എന്തിനീ മഴമേഘം നനയാതെ നനയുന്നു? രമ്മു, ഇതൊരു ഒടുക്കത്തെ ആത്മവിശ്വാസമാണല്ലോ. പിന്നെ ഉണ്ടാവില്ലേ? ഹലോ, ഇങ്ങോട്ട് നോക്ക് മാഷേ. നോക്കുകയാണല്ലോ. മാഷേ, മാഷിത് എങ്ങോട്ടായി പോകുന്നേ? ഇങ്ങോട്ട് അടുത്തേക്ക് വന്നേ. അല്ല, മാഷേ.